ഇന്ന് രാവിലെ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് കിട്ടുന്ന ഓർഡർ വേഗം വേഗം പറിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറിക്കൽ തുടങ്ങിയിട്ട് ഇന്നത്തെ 3-ാമത്തെ ദിവസമായിട്ട്. നമ്മൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ചെയ്തു. പിന്നെ ഇന്നലെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പൂ പറിച്ചത്. ഇന്നിപ്പോൾ ലാസ്റ്റ് വിളവെടുപ്പാണ്. ഇപ്പൊ നോക്കണ്ട, നമ്മളെ ചെടികളിലൊന്നും പൂക്കളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഉമ്മ ഉണ്ട്, റിച്ച് സ്കൂളൊക്കെ ലീവായിരുന്നു, റിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. അതാ അവിടെ റിച്ച് പറിക്കുന്നുണ്ട്. ഇന്നത്തോട് കൂടെ നമ്മളെ ചെണ്ടുമല്ലി തീരുമാനമാവും. ഒരു ലാസ്റ്റ് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഇന്ന് നിങ്ങളൊന്ന് കാണിച്ചാണ്. ഇതാ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ചെറിയ പൂക്കൾ നിർത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറെ ചെടിയിലൊക്കെ ഇങ്ങനെ പൂക്കൾ കാണുന്നുണ്ട്. അതൊക്കെ ഇത് അങ്ങനെ ചീച്ചിലൊക്കെ വന്ന പൂക്കളാട്ടോ. അതുപോലെ മഴ പെയ്തിട്ട് ശരിക്ക് 3-ാമത്തെ ദിവസമാണ് നല്ല പൂക്കൾ കിട്ടൽ തുടങ്ങിയത്. നല്ല പൂക്കൾ ആദ്യം കൊടുത്ത പൂക്കൾ മോശമൊന്നുമല്ല. മഴ ഒന്ന് മാറിയപ്പോൾ പൂക്കൾ കുറച്ചുകൂടെ ഒന്നുകൂടെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, 2 ദിവസമൊക്കെ നല്ല മഴ. ആദ്യ വിളവെടുപ്പിന്റെ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നല്ല മഴ പെയ്തിട്ട് ഒന്ന് ചെറിയൊരു ഗ്യാപ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേഗം ഇതൊക്കെ പൂക്കൾ കുറച്ച് ചെറുതായിട്ട് ലാസ്റ്റ് വെച്ച് നമ്മൾ വലുതൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ചെറിയ പൂക്കളാണെങ്കിലും നല്ല സൂപ്പർ പൂക്കളാണ്. ചീച്ചിലൊക്കെ കുറവുണ്ട് ഈ പൂക്കൾക്ക്. റിച്ച് ഒരു ചെറിയ കൊട്ട എടുത്തിട്ട് റിച്ചുവിന്റെ സ്റ്റൈല് വേറെ ഇട്ട പൊട്ടിക്കുന്നത്. അത്ര ചെറുത് പറിക്കണ്ട, കുറച്ച് വലുത് പറിക്കും. റിച്ചു എല്ലാം പൊട്ടിച്ചിടാ, എന്തായാലും എല്ലാം പൊട്ടിച്ചിടാം. എന്നുവെച്ചാൽ അവർക്കൊരു ഉപകാരമായിരിക്കും, നല്ല പൂവും കിട്ടും. നമ്മൾ ഏതായാലും ഇത് തീർക്കുകയാണ്. ആ മഞ്ഞക്കാട്ടോ കുറച്ച് ചീച്ചിൽ കൂടുതൽ വന്നത്. അത് അത്രയും മഞ്ഞൾ നമ്മൾ ഒഴിവാക്കിയതാട്ടോ, അത് പറിക്കാനുള്ളതല്ല. കുറെ പൂക്കൾ നിങ്ങൾ കാണുമ്പോൾ ഇരിക്കുന്നത് പറിക്കിയതൊക്കെ ചീച്ചിൽ വന്ന പൂക്കളാണ്. മഞ്ഞ കുറവാണ് ഇന്ന് കൊടുക്കുന്നതിലും. ഇന്നിപ്പോ രാവിലെ നമുക്ക് 20 കിലോന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഒരു 5 കിലോക്കെ മഞ്ഞ ഉണ്ടാവുള്ളൂ. ഒരു 15 കിലോക്കെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, ഓറഞ്ച് കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ കൊടുക്കുന്നതിൽ തൂക്കം കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 20 കിലോ പറഞ്ഞാൽ 25 കിലോ എങ്കിലും പൂ കൊടുക്കുന്നത്. 5 കിലോ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നനവിന്റെ പ്രശ്നം വരുന്നതിനൊക്കെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് തൂക്കം കൂടുതൽ കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു സങ്കടം തോന്നുന്നത് ഇത് കാണുമ്പോഴാണ്. നമുക്ക് ഇഷ്ടം പോലെ മുട്ടുകൾ വരുന്നുണ്ട്, ചെടികളെ കരുത്തൊന്നും പോയിട്ടില്ല. നമുക്ക് ഓണത്തിന് കിട്ടിയില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ കുറച്ച് വൈകിട്ട് നമ്മൾ ചെടിയിലൊക്കെ പൂക്കളായത്. ഇത് കളയാൻ തോന്നില്ല. നമുക്കാണെങ്കിൽ ഇവിടെ ശീതകാല പച്ചക്കറികൾ നട്ടു തുടങ്ങണം. നമുക്ക് ചെയ്യാം, നല്ല മഞ്ഞ പോയ സ്ഥലത്തൊക്കെ, മഞ്ഞ കുറച്ച് പോയ സ്ഥലത്ത് വേഗം ക്ലിയർ ചെയ്തിട്ട് അവിടെ പച്ചക്കറി നട്ടു തുടങ്ങണം. ഇത് കുറച്ചും കൂടെ നിർത്താം നമുക്ക്. നോക്കി കളയാൻ നല്ല ഭംഗിയുണ്ട് കാണാം. അതൊക്കെ ചെടികളുടെ കരുത്ത് കണ്ടില്ലേ. അപ്പൊ മഴ ഒന്ന് മാറിയപ്പോൾ ഒന്നും കൂടെ ചെടികൾ ഇനി റെഡിയായി വരും. മഴ കൊണ്ടാണ് കുറച്ച് ഒടിച്ചിലൊക്കെ വന്നത്. ഈ ഭാഗത്ത് കുറച്ച് നല്ല പൂക്കളാണുള്ളത്. പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. കുത്തുന്ന വെയിൽ, മുഖത്തോട്ട് വെയിലടിക്കുന്ന നോക്കി. ഇതാ ഇപ്പൊ കൊണ്ടുവരുന്ന പൂക്കൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ചാക്കിലാക്കണം. പൂ ഇറക്കി കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ചാക്കിലാക്കണം. നല്ല കാറ്റോട്ടുണ്ടാവും. പിന്നെ നമ്മൾ വെള്ളത്തിന് അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വലിഞ്ഞു പോക്ക് ചെയ്യും. അപ്പൊ ഇതാ മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് പൂ ഇടുന്നത്. നമുക്ക് ഏകദേശം തൂക്കം അറിയാലോ, അപ്പൊ അതിനനുസരിച്ച് പറിച്ചാൽ മതി വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചാക്കിലേക്ക് ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി. പൂ പോകുന്നുണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് പൂക്കളൊക്കെ താഴെ പോകുന്നുണ്ട്, എടുത്തിടാ. ഈ ചാക്കിനെ ഭാവട്ടം കുറവാണ്. കൊടുക്കാനുള്ള പൂക്കളായിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് ചേന വിറ്റായിരുന്നു കളറാക്കിയത്. അതുപോലെ നവമിക്ക് പൂക്കൾ വിറ്റും കളറാക്കി.